കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ ഏകദേശം 1.5 മണിക്കൂർ ബാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ബേപ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. ബേപ്പൂർ മാത്തോട്ടം ടൗണിൽ എത്തിയപ്പോൾ വാഹനം ബ്ലോക്കിലകപ്പെട്ട് നിൽക്കുകയാണ്. നോക്കുമ്പോൾ വലിയ BJPയുടെ പ്രവർത്തകരുടെ ഒരു വലിയ സംഘത്തിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം ബേപ്പൂരിനെ ലക്ഷ്യമാക്കി വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയുടെയും വലിയ പ്ലക്കാർഡുകൾ ഉയർത്തി കൊടികളും തോരണങ്ങളും വർണ്ണങ്ങളുമൊക്കെയായി അവർ വലിയ ആഹ്ലാദചിത്തരായി മുന്നോട്ട് വരികയാണ്. പെട്ടെന്ന് ആ റാലി നിന്നു. പിന്നീട് കാടടപ്പിക്കുന്ന ശബ്ദത്തിൽ ഒരു 3-4 മിനിറ്റ് സമയം നീണ്ടു നിൽക്കുന്ന വലിയ വെടിക്കെട്ട്, വലിയ പടക്കങ്ങളുമൊക്കെ കൊണ്ടുവന്ന് അവർ നടു റോട്ടിൽ വെച്ച് അത് പൊട്ടിക്കുകയാണ്. ഈ പടക്കം പൊട്ടുന്ന സമയത്ത് BJPയുടെ പ്രവർത്തകർ പൂർവാധികം ആഹ്ലാദഭരിതരാണ്. റാലിയിലെ ആഹ്ലാദത്തിനേക്കാൾ അപ്പുറത്തേക്ക് പടക്കം പൊട്ടുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഇടതുഭാഗത്ത് മാത്തോട്ടം ജുമാ മസ്ജിദ് നിൽക്കുന്നത്. ആ ജുമാ മസ്ജിദിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ തൊട്ട് മുൻപിൽ വെച്ചാണ് ഇവരുടെ ഈ പടക്കം പൊട്ടിക്കലും അത്യാഹ്ലാദവുമൊക്കെ. എനിക്ക് പെട്ടെന്ന് ഞാൻ ആ പള്ളി കാണാത്തത് കൊണ്ട്, ഞാൻ സാധാരണഗതിയിൽ അവർ BJPയുടെ ഒരു റാലിയാണല്ലോ എന്ന് കണ്ട് എനിക്ക് അത് പ്രത്യേകിച്ച് എൻ്റെ ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് പിടിക്കാനൊന്നും വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ആ സമയത്ത് തോന്നിയില്ല. പെട്ടെന്നാണ് എനിക്ക് പൊട്ടി കഴിഞ്ഞ സമയത്താണ് എൻ്റെ സുഹൃത്ത് പറയുന്നത് ഈ പള്ളി ആയതുകൊണ്ടാണ് അവർ ഇത്രമാത്രം ആഹ്ലാദഭരിതരാകാൻ കാരണം എന്ന്. എന്താണ് മുസ്ലിം സമൂഹത്തോട് BJP പ്രത്യേകമായിട്ടുള്ള ഈ വിദ്വേഷം വെച്ച് പുലർത്താൻ കാരണം എന്ന് പറയുമ്പോൾ, അവർക്കുള്ളിൽ അവരുടെ ശാഖകളിലും പാർട്ടി ക്ലാസ്സുകളിലുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ അനന്തരഫലമാണ് ഒരു പള്ളി കാണുമ്പോഴേക്കിന് അവർക്ക് ആഹ്ലാദഭരിതരാകാൻ തോന്നുന്നതും പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിക്കാൻ തോന്നുന്നതുമൊക്കെ. എൻ്റെ നാട്ടിൽ കൊടുവള്ളിക്കടുത്ത് താമരശ്ശേരിയിലാണ് ഒരു പള്ളിക്കുള്ളിൽ വച്ച് ഒരാൾ ജയ് ശ്രീറാം വിളിക്കുന്നതും അവിടെ അസഭ്യവർഷങ്ങളൊക്കെ ചൊരിയുന്ന അതേ വാർത്ത പുറത്തു വന്നത്. BJPക്ക് ഒരു കൂടുതൽ ധൈര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ലൈസൻസായി, കേരളത്തിൽ ഞങ്ങൾ അക്കൗണ്ട് തുറന്നു, ഞങ്ങൾക്കൊരു ലൈസൻസാണ് ഇത് എന്നൊക്കെ BJPക്ക് സ്വയം തോന്നുകയാണ്. അതുകൊണ്ടാണ് മാത്തോട്ടം പോലെയുള്ള മതസൗഹാർദ്ദം പൂത്തു നിൽക്കുന്ന ഒരു പ്രദേശത്തെ മസ്ജിദിന് മുൻപിൽ വെച്ച് പടക്കം പൊട്ടിക്കുവാനും അത് കഴിഞ്ഞ് അതിൽ കൂടുതൽ ആഹ്ലാദഭരിതരാകുവാനും BJPക്കാരെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു ഘടകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നോക്കുക, ഏതെങ്കിലും നബിദിന റാലികൾ കടന്നു പോകുമ്പോൾ, ഇനി ശ്രീരാമകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു പോകുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ആഹ്ലാദങ്ങളൊന്നും പള്ളിയുടെ മുൻപിൽ വെച്ചാണെങ്കിൽ ഹിന്ദു സഹോദരന്മാർ ചെയ്യാറില്ല. അമ്പലത്തിന് മുൻപിലാണെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾ ചെയ്യാറില്ല. ക്രൈസ്തവ ദേവാലയത്തിന് മുൻപിൽ വെച്ചാണെങ്കിൽ ഹിന്ദു സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ഒന്നും ഇത്തരത്തിൽ ഒരു പ്രത്യേക അജണ്ട മനസ്സിൽ വെച്ചുകൊണ്ട് ആഹ്ലാദചിത്തരായി നിറഞ്ഞാടുന്ന സമീപനമൊന്നും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. അത് കേരളത്തിന് വശമില്ലാത്തൊരു കാഴ്ചയാണ്. കേരളത്തിൻ്റെ മടിത്തട്ടിലാണ് ഒരു പള്ളിക്കുള്ളിൽ കയറി ജയ് ശ്രീറാം വിളിക്കാൻ ഒരു യുവാവായ ഒരു BJPയുടെ പ്രവർത്തകൻ, അതും ആ നാട്ടുകാരൻ തയ്യാറായത് എന്ന് നോക്കുമ്പോൾ ഇവർക്ക് ഒരു ആത്മവിശ്വാസം എന്തിൻ്റെയോ പേരിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്കറിയാം, ഒരു BJPയുടെ ഉത്തരേന്ത്യയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി കാറിന് മുകളിൽ നിന്നുകൊണ്ട് അമ്പെയ്യുന്ന ഒരു രംഗമുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതൊരു ട്രോളായി മാറിയിട്ടുമുണ്ട്. അന്ന് ഈ സ്ഥാനാർത്ഥിയുടെ പ്രകടനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ മുൻവശങ്ങൾ വലിയ ഷീറ്റ് വെച്ച് മറച്ചുകൊണ്ടാണ് ആ പള്ളിയെ സംരക്ഷിച്ചത്. കാരണം സംഘപരിവാർ ആ പള്ളി അറ്റാക്ക് ചെയ്യും. അതിന് ആ പള്ളി കമ്മിറ്റി എടുത്ത ഒരു പ്രിക്കോഷൻസ് ആയിരുന്നു അത്. എന്നിട്ട് ഇവർ അമ്പ് ചെയ്യുന്നു. ആ ആക്ഷൻ കാണിക്കുമ്പോൾ BJPയുടെ പ്രവർത്തകർ ആഹ്ലാദചിത്തരായി അവർ ആനന്ദത്തിൽ ആറാടുകയാണ്. മാത്തോട്ടത്തും അതിൻ്റെ ഒരു രൂപമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അയോധ്യയിരിക്കുന്ന ഫൈസാബാദിൽ തോറ്റ BJP ഈ അമ്പെയ്ത്ത് ആക്ഷൻ കാണിച്ച ആ സ്ഥാനാർത്ഥിയെയും വീട്ടിലിരുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്മൃതി ഇറാനി വലിയ വിദ്വേഷവും വലിയ തരത്തിലുള്ള അഹംഭാവവും നടിച്ചിരുന്ന ഒരു മന്ത്രിയായിരുന്നു. സ്മൃതി ഇറാനി ഇന്ന് അസ്വസ്ഥയാണ്. കാരണം ക്യാബിനറ്റിലില്ല, മണ്ഡലത്തിൽ പരാജയപ്പെട്ടു, രാജ്യസഭയിലേക്ക് പരിഗണിക്കുമോ എന്നറിയില്ല, മന്ത്രിസ്ഥാനവും പോലും ഇല്ലാത്ത രീതിയിൽ അകറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് നമ്മുടെ മുൻപിൽ കാണുന്നത്. ഈ തരത്തിൽ
ഈ തരത്തിലാണ് സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ പല തരത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മതവിദ്വേഷം BJP നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ കടുത്ത ഉദാഹരണമാണ് നമ്മൾ കണ്ട ഈ 2 ഉദാഹരണങ്ങളും, ഒപ്പം പള്ളിയിലെ ജയ് ശ്രീറാം വിളിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ജനാധിപത്യ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തോടും UDFനോടുമൊക്കെയാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇന്ത്യ മുന്നണി എങ്ങനെയാണോ ദേശീയ തലത്തിൽ ഐക്യമുറപ്പിച്ച് ഐക്യത്തോടു കൂടി വലിയ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് BJPക്ക് ഭീഷണിയും BJPക്ക് ഒരു ബദൽ പോലെയൊക്കെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി കടന്നു വന്നത്, അതുപോലെയുള്ളൊരു സ്ട്രാറ്റജി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉയർത്തൽ അനിവാര്യമാകുന്ന ഒരു ഘട്ടം സംജാതമാക്കുന്ന രീതിയിലേക്ക് BJP വളരാതിരിക്കണമെങ്കിലുള്ള പ്രിക്കോഷൻസ്, ജനാധിപത്യ മതേതരത്വ ബോധത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും കാര്യത്തിൽ ഈ 2 മുന്നണികളും അതിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളുമൊക്കെ മനസ്സ് തുറന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഇവരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നമുക്കറിയാം BJP തുടങ്ങിയ ഒരു അക്കൗണ്ടായിരുന്നു നേമത്ത് O രാജഗോപാലിലൂടെ അന്ന് തുറന്നു വന്ന ഒരു അക്കൗണ്ട്. അത് പിന്നീട് ഒരു തവണ അവർ അക്കൗണ്ട് തുറന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയും പിന്നീട് അത് പൂട്ടിക്കുകയും ചെയ്ത സാഹചര്യവും നമ്മൾ തന്നെ കണ്ടു. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ഈ ഒരു വിജയം എന്ന് പറഞ്ഞത് എല്ലാ വർഷത്തേക്കും സ്ഥായിയായ വിജയമാണ് എന്ന് അവകാശപ്പെടാൻ ഒരിക്കലും BJPക്ക് കഴിയില്ല. ഒരു ചക്കയിട്ടപ്പോൾ മുയലിനെ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു, അവർ അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തി. CPM ഇടതുപക്ഷത്തെയും UDFൻ്റെയും ചില ധാരണകളും ചില പ്രവർത്തനങ്ങളുമൊക്കെ പിഴച്ചതും ഉള്ളിൽ തന്നെയുള്ള പടലപ്പിണക്കങ്ങളും കാലുവാരലുമൊക്കെ തകൃതിയായി അതേപോലെ നടന്നു. 2 മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കുന്ന ചെന്നായയെ പോലെ BJP ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തമ്മിൽ ഇടതും വലതും പരസ്പരം, ഇടതും UDFും പരസ്പരം തമ്മിലടിച്ചു. അവിടെ BJP നേട്ടം കൊയ്തു. അങ്ങനെ അവരുടെ അക്ഷീണ പരിശ്രമവും ഒപ്പം തന്നെ BJPക്ക് സാധ്യമായ വാതിലുകളിലൂടെ അവർ കയറി ഇന്ന് പാർലമെൻറ്റിലേക്ക് എത്തി. സുരേഷ് ഗോപി ഇന്ന് സഹമന്ത്രിയായി പോയതാണ് നമ്മുടെ തൃശ്ശൂരിലെ കാഴ്ച. പക്ഷേ ഇതൊരു അനന്തമായി അവർക്കുറപ്പുള്ളൊരു സീറ്റായിട്ട് മാറുന്ന ഒരു സീറ്റാണ് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം തൃശ്ശൂരിൻ്റെ മണ്ണ് മതേതരത്വത്തിൻ്റെ, കലയുടെ, സംസ്കാരത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, മാനവ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു മണ്ണാണ്. ആ മണ്ണിൽ അങ്ങനെ അത് സ്ഥായിയായി തീരെഴുതി കൊടുക്കുന്ന ഒരവസ്ഥയില്ല. നേമത്തെ അക്കൗണ്ട് തുറന്നത് പൂട്ടിച്ച പോലെ തൃശ്ശൂരിലെയും തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുവാൻ പ്രബുദ്ധരായ മലയാളികൾക്ക്, വോട്ടർമാർക്ക് സാധിക്കും എന്നതുപോലെ ഈ പറയപ്പെടുന്ന മാത്തോട്ടത്തും താമരശ്ശേരിയിലുമൊക്കെ കണ്ട ഈ ഒരു ഭവിഷ്യത്ത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് സമ്മതിക്കാൻ പാടില്ല. അതിന് ജനാധിപത്യ ബോധമുള്ള ആളുകൾ പ്രതികരിക്കണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ണു തുറന്നും കാത് കൂർപ്പിച്ചുമിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ ഉണർത്തുവാനുള്ളത്. waytonikah.com, the exclusive Muslim matrimonial site.